ബാഴ്സ വേഴ്സസ് അത്ലറ്റിക്കോ. ഈ പോരാട്ടത്തിന് മുമ്പൊന്നുമില്ലാത്ത ആവേശം പകർന്നത് കഴിഞ്ഞ സീസണാണ്. ലാലിഗ, കോപ്പ ഡെൽ റേ, ചാമ്പ്യൻസ് ലീഗ് എന്നിങ്ങനെ 3 വ്യത്യസ്ത ടൂർണമെന്റുകളിലായി 6 തവണയാണ് ഇരുവരും കഴിഞ്ഞ വർഷം മുഖാമുഖം വന്നത്. ഇതിൽ കോപ്പ ഡെൽ റേയിലും ചാമ്പ്യൻസ് ലീഗിലും ബാഴ്സയെ മറികടന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നേറിയപ്പോൾ ലാലിഗയിലെ 2 മത്സരങ്ങളിലും ജയം കറ്റാലന്മാർക്കൊപ്പം നിന്നു. എന്നാൽ മാഡ്രിഡ് ഡെർബിക്കും എൽ ക്ലാസിക്കോക്കും സമാനമായി ഈ മത്സരാവേശം കളത്തിന് പുറത്തേക്ക് കടന്നത് ഒരു ട്രാൻസ്ഫർ റൂമറിലാണ്. ഹൂലിയൻ അൽവാരസിനെ ബാഴ്സയുമായി ബന്ധിപ്പിച്ച് വാർത്തകൾ വ്യാപകമായി ഉയർന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾ ഇരുവർക്കുമിടയിലെ വൈര്യം വളർത്തി. ലെമീൻ യാമാൽ അടക്കമുള്ള ബാർസ സൂപ്പർ താരങ്ങളെ അത്ലറ്റിക്കോ മാഡ്രിഡ് ജേഴ്സി ഇടിപ്പിച്ചുള്ള അവരുടെ പോസ്റ്റുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയയും കടന്ന് ഈ ഏറ്റുമുട്ടൽ എത്തി നിൽക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റിലാണ്. അൽവാരസിനായുള്ള വടംവലി ഒരറ്റത്ത് പുരോഗമിക്കുമ്പോഴും മറുപുറത്ത് മറ്റു ചില താരങ്ങൾക്ക് വേണ്ടിയും ഇരു ടീമുകളും തമ്മിൽ പോരടിക്കുന്നുണ്ട്. ഈ പോരാട്ടങ്ങളിൽ വിജയം ആർക്കൊപ്പമാവും? അൽവാരസിനെ കറ്റാലൻ കുപ്പായം പിടിക്കാനുള്ള ഡെക്കോയുടെയും ലപ്പോർട്ടയുടെയും പ്ലാനുകൾ എത്ര കണ്ട് ഫലം ചെയ്യും? പരിശോധിക്കാം. ഹൂലിയൻ അൽവാരസിനായുള്ള ബാഴ്സ അത്ലറ്റിക്കോ ഫൈറ്റ് തുടങ്ങുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലാണ്. റോബർട്ട് ലെവൻഡോസ്കി സീസൺ അവസാനം ടീം വിടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പുതിയ സ്ട്രൈക്കറെ തേടിയിറങ്ങിയ ബാർസ പ്രസിഡന്റ് ലപ്പോർട്ടയുടെ കണ്ണ് ചെന്ന് പതിച്ചത് അൽവാരസിന് മേലായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ഉൾപ്പെടെ കളിച്ച ക്ലബ്ബുകളിലൊക്കെയും ട്രോഫികൾ വാങ്ങിക്കൂട്ടിയ താരത്തെ ഒരു ലോങ് ടേം പ്രൊജക്റ്റായി കൂടിയാണ് ബാഴ്സ കണ്ടത്. എന്നാൽ അൽവാരസ് തങ്ങളുടെ ക്ലബിൻ്റെ അൺടച്ചബിൾ ലിസ്റ്റിലുള്ള താരമാണെന്നും താരത്തെ വിട്ടു നൽകാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശവുമില്ലെന്നും അത്ലറ്റിക്കോ അറിയിച്ചു. റയൽ താരത്തിനായി ഓഫർ ചെയ്ത 150 മില്യൺ ഓഫർ പോലും നിരസിച്ച സമയമായിരുന്നു അത്. എന്നാൽ അൽവാരസിനായുള്ള ശ്രമം ബാർസ അപ്പോഴും തുടർന്നു. അത്ലറ്റിക്കോയുമായി 2030 വരെ കരാറുള്ള താരത്തെ ഏതു വിധേനയും ടീമിലെത്തിക്കാൻ അവർ പദ്ധതികൾ ഒരുക്കി. അത്ലറ്റിക്കോയുമായി ചർച്ച ചെയ്യാൻ നിൽക്കാതെ ബാർസ അൽവാരസിന്റെ ഏജന്റിനെ സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ സോഷ്യൽ മീഡിയ യുദ്ധം അരങ്ങേറിയത്. ഈ ട്രാൻസ്ഫർ സാഗ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ്. നിലവിൽ ബാഴ്സക്ക് അൽവാരസിനെയും അൽവാരസിന് ബാഴ്സയും വേണം. എന്നാൽ ഇതിനിടയിൽ വെല്ലുവിളിയാവുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് മാത്രമാണ്. താരത്തെ ഒരു നിലക്കും വിട്ടുകൊടുക്കാൻ ഒരുക്കമാവാത്ത ക്ലബ്ബ് ഏതാണ്ട് 500 മില്യൺ എന്ന ഭീമൻ റിലീസ് ക്ലോസാണ് താരത്തിന് മേൽ കെട്ടിവെച്ചിരിക്കുന്നത്. ലാലിഗയിൽ നിലനിൽക്കുന്ന FFP നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ബാഴ്സക്ക് ഈ തുക കെട്ടിവെക്കാനാവില്ലെന്ന കൃത്യമായ ബോധ്യമാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തിച്ചത്. കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോ മാഡ്രിഡ് പരിശീലന ക്യാമ്പിലെത്തിയ അൽവാരസ് പരിശീലകൻ സിമിയോണിയുമായും അത്ലറ്റിക്കോ മാഡ്രിഡ് ബോർഡുമായും ഒരു കൂടിക്കാഴ്ച പ്ലാൻ ചെയ്തിരുന്നു. തനിക്ക് ടീം വിടാനുള്ള ആഗ്രഹം ക്ലബിനും പരിശീലകനും മുന്നിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു താരത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അടിയന്തരമായി സിമിയോണി അവധിയിൽ പ്രവേശിച്ചതോടെ ഈ മീറ്റിംഗ് നടന്നില്ല. താരത്തിൻ്റെ ആവശ്യം ചെവികൊള്ളാൻ ക്ലബ്ബ് തയ്യാറല്ലെന്ന സൂചന നൽകാനാണ് സിമിയോണി പെട്ടെന്നൊരു അവധി എടുത്തതെന്നും വാർത്തകളുണ്ട്. അൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ ബാഴ്സയുടെ സെക്കൻഡ് ഓപ്ഷൻ ലൗതാരോ മാർട്ടിനസ് ആണ്. ഇന്റർ മിലാന് വേണ്ടി സീരിയയിൽ കഴിഞ്ഞ 3 സീസണിനിടെ 2 ഗോൾഡൻ ബൂട്ടുകളാണ് ഈ അർജന്റീൻ താരം നേടിയത്. 2029 വരെ ക്ലബ്ബുമായി കരാറുള്ള 28കാരൻ നിലവിൽ ഇന്ററിന്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ബോക്സിനുള്ളിൽ കൃത്യമായ സ്പേസ് കണ്ടെത്തുന്നതിലും ഏരിയൽ ബോളുകളിൽ എതിർ ഡിഫൻഡർമാർക്ക് മേൽ സമ്മർദ്ദം നൽകുന്നതിലും വിദഗ്ധനായ താരത്തെ ടീമിലെത്തിക്കാനായാൽ അത് ബാർസക്ക് സീസണിൽ ഏറെ ഗുണം ചെയ്യും. എന്നാൽ ഇന്നലെ വരെയുള്ള പോലെ ആവില്ല ഈ ഡീലിൽ ബാർസയുടെ ഇനിയുള്ള സാധ്യതകൾ. കാരണം നേരത്തെ ഈ ഡീലിൽ ബാഴ്സ, ഇന്റർ മിലാൻ എന്നീ 2 കക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നലെ മുതൽ മൂന്നാമതൊരാൾ കൂടി കടന്നു വന്നിട്ടുണ്ട്. യെസ്, ബാഴ്സയെ നിലവിൽ ബദ്ധവൈരികളായി കാണുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് തന്നെ. സോർലോത്തിന്റെ പകരക്കാരനായി അവർ കണ്ടുവച്ചിരുന്ന യുവന്റസ് താരം ഡുസാൻ വ്ലാഹോവിച്ച് തുർക്കി ക്ലബ് ബെസിക്താസുമായി കരാറിലെത്തിയതോടെയാണ് അത്ലറ്റിക്കോ മറ്റൊരു ഓപ്ഷനിലേക്ക് തിരിയുന്നത്. സിമിയോണിക്ക് കീഴിൽ ഒരു മിനി അർജന്റീന തന്നെ അണിയറയിൽ ഒരുക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് ലൗതാരോ മാർട്ടിനസിന് വേണ്ടി കാര്യമായി പണമിറക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ 2017 റേസിംഗ് ക്ലബ് താരമായിരുന്ന ലൗതാരോ ടീമിലെത്തിക്കാൻ അത്ലറ്റിക്കോ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബലം കണ്ടിരുന്നില്ല. തൊട്ടടുത്ത വർഷം താരത്തെ ഇന്റർ റാഞ്ചുകയും ചെയ്തിരുന്നു. അൽവാരസിനും ലൗതാരോക്കും അപ്പുറം മറ്റൊരു ഓപ്ഷൻ ഇതുവരെ കണ്ടുവച്ചിട്ടില്ലാത്ത ബാഴ്സ രണ്ടിലൊരാൾക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത്ലറ്റിക്കോ ബാർസ ബാറ്റിൽ മറ്റൊരു തലത്തിലേക്ക് കടക്കുമെന്ന് ഉറപ്പ്. അതിനിടെ ബാഴ്സ ഹൈജാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയ ക്രിസ്ത്യൻ റൊമേറോ ഡീൽ അത്ലറ്റിക്കോ അനായാസം ക്ലോസ് ചെയ്തു. പരിചയസമ്പന്നനായ ഒരു സെന്റർ ബാക്കിനെ തിരിഞ്ഞു നടന്ന ഇരു ടീമും അർജന്റീനൻ താരത്തിന് മേൽ നോട്ടമിട്ടിരുന്നു. എന്നാൽ ടോട്ടനാമുമായി ഈ ഡീൽ സംബന്ധിച്ച് നേരത്തെ ചർച്ചകൾ നടത്തിയത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരുന്നു. ഇതിനു പുറമെ അർജന്റീന താരങ്ങളുള്ള ഒരു എക്കോസിസ്റ്റം റൊമേറോ തെരഞ്ഞെടുക്കുക കൂടി ചെയ്തപ്പോൾ സിമിയോണിക്കും കൂട്ടർക്കും കാര്യങ്ങൾ എളുപ്പമായി. ഏതാണ്ട് 440 കോടി രൂപ ചിലവിട്ടാണ് അത്ലറ്റിക്കോ ഈ ഡീൽ ക്ലോസ് ചെയ്തത്. ഇതോടെ പുതിയ സെന്റർ ബാക്ക് ചോയ്സുകൾ തേടുകയാണ് ബാഴ്സ ഇപ്പോൾ. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ മറ്റു 2 താരങ്ങൾക്ക് വേണ്ടിയും ഇരു ടീമും ഒരുപോലെ കളത്തിലിറങ്ങിയിരുന്നു. എന്നാൽ ഇരുവരെയും മറികടന്ന് മറ്റൊരാളാണ് ആ ഡീൽ ക്ലോസ് ചെയ്തത്, റയൽ മാഡ്രിഡ്. ചെൽസിയുടെ സ്പാനിഷ് ലെഫ്റ്റ് ബാക്ക് മാർക്ക് കുക്കുറയെയും മാഞ്ചസ്റ്റർ സിറ്റി വിട്ട ബെർണാഡോ സിൽവയുമായിരുന്നു ആ 2 താരങ്ങൾ. എന്നാൽ ഇരുവരും ഈ സീസണിൽ അണിയാൻ പോകുന്നത് റയലിൻ്റെ തൂവെള്ള ജേഴ്സി ആയിരിക്കും. ആന്റോയിൻ ഗ്രീസ്മാൻ, ലൂയിസ് സുവാരസ്, മെംഫിസ് ഡിപ്പെ, ക്ലെമൻ ലെങ്കറ്റ്, അർഡ ടൂറാൻ, ജാവോ ഫെലിക്സ് തുടങ്ങി ഇരു ടീമുകളും പരസ്പരം കൈമാറിയ താരങ്ങൾ നിരവധിയുണ്ട്. ഇൻഡയറക്റ്റായി ഇരു ടീമിലും കളിച്ച സെർജിയോ അഗ്യൂറോ, ഡേവിഡ് വിയ തുടങ്ങിയ പേരുകൾ വേറെയുമുണ്ട്. ഒരു കാലത്ത് പരസ്പര ബഹുമാനത്തിലും സഹവർത്തിത്വത്തിലും പോയിരുന്ന 2 ക്ലബ്ബുകൾ ഒരൊറ്റ സീസൺ കൊണ്ടും ഒരൊറ്റ താരത്തെ കൊണ്ടും വലിയൊരു ശത്രുതയിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇക്കുറിയും അത് കളിക്കളത്തിൽ തുടരുമെന്ന് തീർച്ച.
കാത്തിരിക്കാം ആ ആവേശ ഫിക്സറുകൾക്കായി.